വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എല്ലാ മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങ് മഞ്ചേശ്വരം തൊട്ട് മഞ്ചേശ്വരം, പയ്യന്നൂര്, പിന്നീട് തളിപ്പറമ്പ്, കണ്ണൂര്, പേരാവൂര് എന്ന് തുടങ്ങി ബേപ്പൂര്, കോഴിക്കോട് സൗത്ത്, അതോടൊപ്പം ധർമ്മടം, ഇതെല്ലാം തന്നെ ഹൈ വോൾട്ടേജ് മണ്ഡലങ്ങളാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ടും അവിടുത്തെ രാഷ്ട്രീയം കൊണ്ടും. അപ്പോൾ ഇനിയിപ്പോൾ നേരിട്ട് പ്രചാരണത്തിന്റെ ഏറ്റവും പരമാവധിയിലേക്ക് പോവുക എന്നതാണ്. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷ? പ്രജിൻ, അനുജ, മേടച്ചൂട്, ഭയങ്കരമായ ഉച്ചച്ചൂടാണ് ഇപ്പോഴുള്ളത്. ഈ അന്തരീക്ഷത്തിന്റെ ചൂട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തും അകത്തും. അകത്താണെങ്കിൽ മുന്നണിയിലെ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രശ്നങ്ങളാണ്. അതെല്ലാം തന്നെ മിക്കവാറും മലബാറിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സാധാരണ മലബാറിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അത് വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് ഒറ്റപ്പാലം, ഭാരതപ്പുഴയുടെ അതിർത്തി വരെയുള്ള മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും, ഒറ്റപ്പാലം, തരൂർ മണ്ഡലങ്ങൾ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഒറ്റപ്പാലം ഭാഗത്ത് അത് PK ശശിയിലൂടെയാണ് എങ്കിൽ പയ്യന്നൂരിൽ അത് മറ്റൊരു രൂപത്തിൽ, രാമചന്ദ്രൻ്റെ രൂപത്തിൽ, അങ്ങനെ ഓരോ പേരുകളിലൂടെ, അത് കഴിഞ്ഞ് TK ഗോവിന്ദൻ്റെ പേരിൽ, ഇങ്ങനെ പല പേരുകളിൽ, മറ്റൊന്ന് K സുധാകരൻ്റെ പേരിൽ, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ രണ്ടത്താണിയുടെ കണ്ടു. രണ്ടത്താണി ഇപ്പോഴും വഴങ്ങിയെങ്കിലും പിന്നീടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്തും പുറത്തും ചൂടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികൾക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ സ്റ്റാർ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ മലബാറിലാണ്. അതിൽ മുഖ്യമന്ത്രി മത്സരിക്കുന്ന, മൂന്നാം ഊഴത്തിന് വേണ്ടി മത്സരിക്കുന്ന ധർമ്മടം തന്നെയാണ്. ധർമ്മടത്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി ലോക്കൽ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, അതായത് CPIMന്റെ ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാൻ പോകുന്നു. മറ്റന്നാളാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ ഒരു പഞ്ചായത്തിൽ 2ഓ 3ഓ വരുന്ന രീതിയിലുള്ള CPIM ലോക്കൽ കമ്മിറ്റികളുടെ കൺവെൻഷൻ നടക്കുന്നത്. ധർമ്മടം പഞ്ചായത്തിലെ ആദ്യം സൗത്ത് ലോക്കൽ, നോർത്ത് ലോക്കൽ, ഇതിലാണ് മറ്റന്നാൾ രാവിലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അതായത് പ്രാദേശികമായി ഇളക്കി മറച്ചുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ കടക്കുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായ സൂചനയാണ്. ഒരുപക്ഷെ വലിയ വർദ്ധിത ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരിക, വീണ്ടും സർക്കാർ തുടരുക എന്നുള്ളതാണ് അതിൽ ലക്ഷ്യം വെക്കുന്നത്. പ്രജിൻ പറഞ്ഞതുപോലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്നാൽ, ബേപ്പൂർ താരമൂല്യമുള്ള മണ്ഡലം, പ്രശ്നങ്ങളെ പേരിൽ വീണ്ടും ശ്രദ്ധേയമായ വനം മന്ത്രിയുടെ സ്വന്തം മണ്ഡലം എലത്തൂർ, അങ്ങനെ മണ്ഡലങ്ങൾ ഓരോന്നും വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം കണ്ണൂർ എങ്ങനെ ചിന്തിക്കുന്നു, പേരാവൂർ എങ്ങനെ ചിന്തിക്കുന്നു? പേരാവൂരിൽ ഒരു ട്രിബിൾ ഷൂട്ടറായാണ് KK ശൈലജ ഇറക്കിയിരിക്കുന്നത്. CPIM കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ്. കഴിഞ്ഞ ഇടത് തരംഗത്തിൽ പോലും പേരാവൂർ UDFനൊപ്പം നിന്നു. സണ്ണി ജോസഫിന് 4000-ലേറെ ഭൂരിപക്ഷം നൽകി. ആ മണ്ഡലം പിടിക്കാനാണ് ശൈലജ ടീച്ചർ അവിടെ പോയത്. എന്നാൽ അവിടെ K സുധാകരൻ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. K സുധാകരൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പാർട്ടിക്കെതിരെ പരസ്യ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം. അത് കണ്ണൂരിൽ പ്രതിഫലിക്കും, പേരാവൂരിൽ പ്രതിഫലിക്കും, പല മണ്ഡലങ്ങളിലും മലബാറിൽ K സുധാകരൻ എഫക്റ്റ് ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മുന്നണികളിലും ഈ പ്രശ്നമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും വലിയ വിഭാഗീയത നേരിടുകയാണ് കാസർഗോഡ്. ജില്ലാ പ്രസിഡന്റിനെതിരെ ആ ജില്ലയിലെ മുഴുവൻ ഭാരവാഹികൾ പരാതി പറയുന്ന സാഹചര്യം. ആ ഘട്ടത്തിലാണ് K സുരേന്ദ്രൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് അവരുടെ ദേശീയ നേതൃത്വം വിലയിരുത്തി മഞ്ചേശ്വരത്തേക്ക് അയച്ചിരിക്കുന്നത്. ആ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്നും അവിടെയുള്ള ML അശ്വിനി അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു സംവിധാനത്തിലൂടെ അവിടെ സംഘടനാ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മുന്നണിക്കും അകത്ത് വിഷമവൃത്തത്തിലാണ്. ഈ വേനൽ ചൂടിനെ വെല്ലുന്ന രീതിയിലുള്ള ആഭ്യന്തര കലാപ ചൂടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ. പ്രജിൻ, അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.